ഉണ്ടാക്കാന്ന്. അപ്പൊ അമ്മ പറഞ്ഞ കുഴിമന്തി ഉണ്ടാക്കാണ്. അപ്പൊ നമുക്ക് ഉണ്ടായാൽ അമ്മ കുഴിമന്തി ഉണ്ടാക്കാവിടെ കുഴി വേണ്ട, നമുക്ക് കുക്കറിൽ ഉണ്ടാക്കാലോ. കുക്കറിൽ ഉണ്ടാക്കാം. വെറുതെ സിമ്പിളായിട്ട് ഒരു കുഴിമന്തി ഉണ്ടാക്കാം. വാ. അവസാനം കടയിൽ പോയി കഴിക്കണ്ടോ? ഒരുവിധം കുഴപ്പമില്ലാത്തൊക്കെ ഞാൻ ഉണ്ടാക്കും. കുഴിമന്തി വീട്ടിലുണ്ടാക്കാൻ പറ്റും? പറ്റും, കുക്കറില്. ആണോ? എന്തൊക്കെ വേണേലും? ചിക്കൻ എന്തായാലും വേണം. പിന്നെന്താ, വീട്ടിലുള്ള കുറച്ച് സാധനങ്ങളും പിന്നെ ബിരിയാണി അരിയും മതിയോ? വേറെ പ്രത്യേകിച്ചൊന്നും വേണ്ട. ഒന്ന് പഠിപ്പിച്ചു തരുമോ? യെസ്, കം ഓൺ, വി വിൽ മേക്ക് ഇറ്റ്. മഞ്ഞപ്പൊടി ഇട്ടേലൂട്ടാ. മഞ്ഞപ്പൊടി പൊട്ട്, മുളക് പൊടി, ഉപ്പ് കുറച്ചിട്ടാൽ മതി. കാരണം നമ്മൾ മാഗി ക്യൂബ് ഇടും, അപ്പോൾ അതിൽ ഉപ്പുണ്ടാവും. അതുകൊണ്ട് ഇപ്പൊ തൽക്കാലം കുറച്ചിട്ടാൽ മതി. അത്യാവശ്യത്തിന് ചിക്കൻ മസാല ഇടാം. 2 സ്പൂൺ ചിക്കൻ മസാല ഇട്ടിട്ടുണ്ട്. അതുപോലെ 2 മാഗി ക്യൂബ് ഇടുന്നുണ്ട് കേട്ടോ. നമ്മൾ ഇട്ട് നന്നായിട്ട് കൂട്ടി തിരുമ്പാം. എല്ലാ മസാലയും നോർമൽ ചിക്കൻ കറിക്ക് ഉണ്ടാക്കണ എല്ലാ മസാലയും നമ്മൾ ഇട്ടിട്ടുള്ളൂ. പിന്നെ മാഗി ക്യൂബ് ഇട്ടിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട്. കാരണം മാഗി ക്യൂബിൽ നല്ല ഉപ്പുണ്ടാവും. നന്നായി തിരുമ്പി കഴിഞ്ഞിട്ട് അത്യാവശ്യം വെള്ളം ഒഴിക്കും. ഇത് നന്നായിട്ട് തള വരണം. തള വന്ന് ഒരു 3/4 വേവായി കഴിഞ്ഞിട്ട് വേണം നമുക്ക് നമ്മുടെ അരി കഴുകി വെച്ചത് ഇതിലിട്ടിട്ട് വിസിലടിക്കാൻ. അപ്പോൾ കുഴിമന്തിക്ക് മയോണൈസ് ഇല്ലാണ്ട് പറ്റില്ലല്ലോ. അപ്പോൾ മുട്ട നമുക്ക് പുഴുങ്ങിയ മുട്ട കൊണ്ട് നമുക്ക് മയോണൈസ് ഉണ്ടാക്കാം. ഇപ്പൊ നമ്മുടെ ചിക്കൻ തിളച്ച് വരുന്നുള്ളൂ. അപ്പൊ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കണം. എണ്ണ ഒരു അത്യാവശ്യം. ചിക്കൻ ഏകദേശം ഒരു 3/4 വേവായിട്ടുണ്ട്. പിന്നെ നമ്മൾ 2 വിസിലടിക്കുമ്പോൾ ഫുള്ളായിട്ട് വേവൂലോ. അപ്പൊ ആ ഒരു വേവ് വെച്ചിട്ട് നമുക്ക് അരി കഴുകിയത് ഇടാനുണ്ട്. മുകളിലേക്ക് വെള്ളം നമുക്ക് ലാസ്റ്റ് ഒഴിക്കട്ടെ. കാരണം അതിൽ ഓൾറെഡി ഇപ്പൊ ചിക്കനിൽ നിന്ന് ഇറങ്ങിയ വെള്ളമൊക്കെ ഉണ്ടല്ലോ. ഈ ചിക്കൻ്റെ ഇതിൽ വെള്ളം ഉണ്ട്. അതല്ലാണ്ട് ജസ്റ്റ് ഒന്ന് മൂടി കിടക്കാൻ പാകത്തിന് കുറച്ച് വെള്ളം ഒഴിക്കാം. ഇനി നമ്മൾ അരി ഇട്ടു. അരി ഇട്ടതിന് ശേഷം നമുക്ക് നമ്മുടെ ഹോൾ മസാലാസ് ഇല്ലേ, അതായത് എന്നിട്ട് കേട്ട് ഇതിന് പറയാം സ്റ്റാർ, കുരുമുളക് കുറച്ചധികം വേണം. അതുപോലെ കറിയാമ്പൂ, പിന്നെ ഏലക്കായ, ഇതെല്ലാം കൂടി ഇട്ടിട്ട് തിളയ്ക്കണ സമയത്ത് ഇട്ടാൽ മതി. ചോറ് ഇടുമ്പോൾ ഇട്ടാൽ മതി. അതുപോലെ തന്നെ വേറൊരു സംഭവമാണ് നമ്മുടെ കാഷ്യൂനറ്റില്ലേ, പേസ്റ്റ് ആക്കിയതാണ് കേട്ടോ. അതും കൂടി ഇതിലിട്ടാൽ ഫ്ലേവറിന് വേണ്ടിയിട്ടതാണ്. നമുക്ക് ചോറിലേക്ക് ഉപ്പിട്ടുണ്ടായില്ല. സോ അതിനുള്ള ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പും കൂടി ഇടാം. എന്നിട്ട് നമുക്ക് വിസിലടിപ്പിക്കാം. ഒരു വിസിൽ മതിയാവും. ഇനി നമുക്ക് ഒരു വിസിൽ വരെ വരട്ടെ. എന്നിട്ട് നമുക്ക് തുറന്നു നോക്കാം. ഇനി നമുക്ക് നമ്മുടെ കുഴിമന്തി ഒന്ന് സ്മോക്ക് ചെയ്യണല്ലോ. അപ്പൊ നമുക്കിതൊന്ന് കത്തിച്ചെടുക്കാം. ചാക്കുകള് നന്നായിട്ടൊന്ന് കത്തി വന്നു കഴിയുമ്പോൾ നമുക്ക് ഓഫാക്കിയിട്ട് ഇരിച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പുകയ്ക്കാം. നമുക്കിങ്ങനെ എരിവിന് വേണ്ടിയിട്ട് അത്യാവശ്യം ഒരു സ്മോക്കി ഇഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പച്ചമുളകുകൾ ഇങ്ങനെ വെക്കാം. എന്നിട്ട് നമ്മുടെ ചാർക്കോള് നടുക്കിൽ പ്ലേറ്റിൽ വെച്ചിട്ട് മൂടി വെക്കാം. അത്യാവശ്യം കത്തിയിട്ടുണ്ട്. കൈകൊണ്ടെടുത്തിടാൻ പറ്റില്ല. അത് പറഞ്ഞിട്ട് വിളിക്ക് പോയി. നടുക്കിൽ വെച്ചിട്ട് നമുക്ക് കൊട്ട് വെളിച്ചെണ്ണ അതുമേ ഒഴിക്കാം. അപ്പൊ അതിങ്ങനെ പൊതിഞ്ഞോളും. ചെറുതായിട്ട് പേടിയാണല്ലോ ഒഴിക്കാൻ. വേഗം നമുക്ക് അരച്ച് വെക്കാം. അപ്പൊ നമുക്ക് പുഴുങ്ങിയ മുട്ട കൊണ്ട് മയോണൈസ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ചിലർ വൈറ്റ് മാത്രം ഉപയോഗിക്കുള്ളൂ, മഞ്ഞ ഉപയോഗിക്കില്ല. ഇവിടെ എവരും കൂട്ട് പുഴുങ്ങിയ മുട്ടേന്റെ മഞ്ഞ തിന്നില്ല. അതുകൊണ്ട് ഞാൻ മുഴുവൻ ഇടും. മുഴുവൻ ഇട്ടിട്ടാണ് ഞാൻ അടിക്കാൻ പോണത്. മുട്ട ഇട്ടതിന് ശേഷം അതിലേക്ക് കുരുമുളക്, വെളുത്തുള്ളി, പഞ്ചസാര, ഉപ്പ്, ഇച്ചിരി വിനാഗിരി, പിന്നെ 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലാണ് ഞാൻ ഉപയോഗിക്കുന്നത്. സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കണില്ല. പഞ്ചസാര, പൊട്ടുപ്പ്, വിനാഗിരി. അപ്പൊ നമ്മുടെ നല്ല ഗാർലിക് ഫ്ലേവറുള്ള എഗ് മയോണൈസ് റെഡി. കുറച്ച് മയോണൈസ് കണ്ടിട്ട് ഭയങ്കര ടേസ്റ്റുള്ള പോലെ തോന്നുന്നുണ്ട്. കഴിച്ചിട്ട് കറക്റ്റ് പറയാം. മയോണൈസ് ഇങ്ങനെ കൂട്ടുന്നത് ഇങ്ങോട്ട് മിക്സ് ചെയ്യാം.
നല്ല ചൂട്. ആ ഉള്ളി എൻ്റെ ചിക്കൻ്റെ ഒരു പീസ് വയ്ക്കാം. അതായത് ഇങ്ങനെ എടുക്കണ്ടേ. എങ്ങനെയുണ്ട്? തരിക്കേടില്ലല്ലോ അല്ലേ? നമ്മൾ വീട്ടിലുണ്ടാക്കണതാണല്ലോ, അതിന്റെ ടേസ്റ്റ് അതിന് ഉണ്ടാവുള്ളൂ. നല്ല തരക്കേണ്ട നല്ലതാണോ? എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി, അടിപൊളിയാണ്. ഇനി കുഴിമന്തി ടേസ്റ്റ് ഉണ്ടാവും. മാഗി ക്യൂബ് കിട്ടണമായിരിക്കുന്നു. അല്ല, പുറത്ത് പോയി കഴിക്കണമെങ്കിൽ അത് വേറെ കെമിക്കലും നമ്മളൊക്കെ ഇടുമ്പോ നല്ല ടേസ്റ്റ് ആയി തോന്നും. ഇത് നോർമൽ കുഴിമന്തി. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് ചിക്കനൊക്കെ നല്ല വീട്ടിലുണ്ടാക്കാം. അടിപൊളി വന്നുണ്ട്. വീഡിയോ ഓഫ് ചെയ്യാൻ കുറച്ച് നല്ലതില്ലേ? അപ്പൊ ശരി, ബൈ ബൈ. ബേബിലിൻ കുട്ടിന് പറഞ്ഞത് കുഴിമന്തി ഉണ്ടാക്കാനായിട്ട്. ബേബിലിൻ കുറച്ച് കൊടുക്കണ്ട. എങ്ങനെയുണ്ട് ഇവിട്ടാ? രസമുണ്ടാ? കഴിച്ചില്ല, ഇതിന് മുമ്പ് വെറുതെ അത് വായിലിടുമ്പോ അറിയാലോ. തിന്നണ്ടല്ലോ, ഇതിന് മുമ്പ് ഉണ്ടാക്കി.